പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ബാദൽ എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. 6ാം ക്ലാസ്സിലെ ബാദൽ എന്ന കവിത നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പം ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നേരെ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഡോക്ടർ ശ്രീപ്രസാദാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഡോക്ടർ ശ്രീപ്രസാദ് എന്ന് പറയുന്ന ഒരാളാണ്, ഒരു വ്യക്തിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേഘം അല്ലേ? ക്ലൗഡ്സിനെയാണ് ബാദൽ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, എന്താണ്? നമുക്ക് മേഘത്തെക്കുറിച്ച് വളരെ സുന്ദരമായ ഒരു കവിതയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേഘം എങ്ങനെയാണ്, ഏതൊക്കെ രൂപത്തിലാണ്, അല്ലെങ്കിൽ മേഘത്തിലൂടെ എങ്ങനെയാണ് മഴ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: काले काले पानी वाले आसमान में बादल आए, बोलो कैसे आकर छाए. കാലേ കാലേ, കാല ഒരു നിറത്തിൻ്റെ പേരാണ് അല്ലേ? ഒരു നിറത്തിനെയാണ് കാല എന്ന് പറയുക. എന്താണ് കാല? കാല ഏത് കളറാണ്? കറുപ്പ് അല്ലേ? കറുപ്പ് എന്ന കളറാണ് കാല അല്ലേ? ബ്ലാക്ക് കളറിനെയാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കാലേ കാലേ പാനി വാലെ എന്താണ്? പാനി വാലെ, പാനി എന്താണ്? പാനി വാട്ടർ അല്ലേ? പാനി എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള, കറുത്ത, നല്ല കറുത്ത. 2 കാല ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? കാലേ കാലേ എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആകാശം നല്ല മഴ വരുമ്പോൾ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയുമാണ്. അപ്പോൾ ആ മഴയത്ത് നിങ്ങൾ ആകാശം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അന്തരീക്ഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല കറുത്ത മേഘാണ് അല്ലേ? കാലേ കാലേ പാനി വാലേ എന്ന് പറഞ്ഞാൽ എന്താണ്? പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അല്ലേ? പാനി വാലേ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള. ഓക്കെ, നല്ല വെള്ളമുള്ള, കറുത്ത, അതേപോലെ വെള്ളമുള്ള. ആസ്മാനുമേ ബാദൽ ആയേ. എന്താണ് ആസ്മാൻ എന്താണ്? ആകാശം അല്ലേ? സ്കൈ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആസ്മാൻ മേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേം എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് ഇൽ അല്ലെങ്കിൽ ഉള്ളിൽ എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ഉള്ളത്. ഓക്കെ, നദീമേം എന്ന് പറഞ്ഞാൽ നദിയിൽ. അപ്പോൾ ക്ലാസ്സിൽ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ആസ്മാനുമേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിൽ ബാദൽ ആയേ. എന്ത് വന്നു? ആയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ആയേ എന്ന് പറഞ്ഞാൽ വന്നു. എന്ത് വന്നു? ബാദൽ അല്ലേ? ആര് വന്നു? ബാദൽ വന്നു. എങ്ങനെയുള്ള ബാദൽ? കാലേ കാലേ പാനി വാലേ ആസ്മാനുമേ ബാദൽ ആയേ. ബോലോ കൈസേ ആക്കർ ചായേ. പറയൂ. കൈസേ അല്ലേ? ബോലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ. ബോലോ. കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബോലോ കൈസേ ആക്കർ ചായേ. ആക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീലി ചിടിയ എന്നുള്ള പാഠത്തിൽ കുറേ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗാക്കർ, അതേപോലെ ഉടുക്കർ. ഓക്കെ, എന്താണത്? ഈ കറ് വരുമ്പോൾ വന്നിട്ട്, പറന്നിട്ട്, പോയിട്ട് അങ്ങനെയൊക്കെയുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിന്ദിയിൽ കർ, ഓക്കെ, വാക്ക് ക്രിയകളുടെ കൂടെ കർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോലോ കൈസേ ആക്കർ ചായേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചായേ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു. ഓക്കെ, എങ്ങനെയാണ് ഈ കറുത്ത മേഘം ആകാശത്തിൽ വ്യാപിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മേഘം ആകാശത്തിൽ വന്നത് അല്ലേ? കറുത്ത വെള്ളമുള്ള മേഘം ആകാശത്തിൽ വന്നു. പറയൂ, എങ്ങനെയാണ് നീ ഇവിടെ വന്ന് വ്യാപിച്ചത്? അതിൻ്റെ ബാക്കിയാണ് എങ്ങനെയാണ് വ്യാപിച്ചത്? ഹവ പക്കടുക്കർ. എങ്ങനെയാണ്? ഹവ പക്കടുക്കർ ലാത്തി സരസർ. ഹവ എന്താണ്? ഹവ കാറ്റ് അല്ലേ? കാറ്റിനെയാണ് നമ്മൾ ഹവ എന്ന് പറയുന്നത്. ഹവ പക്കടുക്കർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഈ കറ് വരുന്നത് വന്നിട്ട് പോയിട്ട് അങ്ങനെ ഒരു ഇട്ട് എന്നുള്ള അത് അവസാനം വരാൻ വേണ്ടിയിട്ടാണ് കർ ഉപയോഗിക്കുന്നത്. ഇവിടെ പക്കടുന എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. പക്കടുക്കർ എന്ന് പറയുന്നത് പിടിച്ചിട്ട് അല്ലേ? ഹവാ പക്കടുക്കർ കാറ്റിനെയും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചിട്ട്. ലാത്തി സർ
കാറ്റ് വരുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവും അല്ലേ? ആ കാറ്റ് വീശുന്ന ഒരു ഒച്ച, അതിനെയാണ് സർസർ എന്ന് പറയുന്നത് അല്ലേ? ലാത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഇതിൻ്റെ വേർഡ് മീനിങ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഞാൻ ഈ സ്ക്രീൻ വൃത്തികേടാക്കുന്നില്ല ഏതായാലും. അപ്പോൾ ലാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട്, എങ്ങനെ? ഇങ്ങനെ സർസർ സർസർ വീശുന്ന കാറ്റിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട്. ഛായേ ജൈസേ കാലേ കമ്പൽ അല്ലേ? ഛായേ നമ്മൾ കണ്ടു അല്ലേ? ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപിച്ചു. എങ്ങനെ? ജൈസേ കാലേ കമ്പൽ അല്ലേ? ജൈസേ എന്ന് പറഞ്ഞാൽ പോലെ, ലൈക്ലി അല്ലെങ്കിൽ ലൈക്ക് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുക. ഓക്കെ, ജൈസേ കാലേ കമ്പൽ. കാലേ നമ്മൾ ആദ്യം ആ വാക്ക് പഠിച്ചു. കാലേ എന്ന് പറഞ്ഞാൽ കറുത്ത. കമ്പൽ എന്താണ്? കറുത്ത കമ്പിളി പോലെ അല്ലേ? കാറ്റിനെ സർസർ സർസർ എന്ന് പറഞ്ഞ് വീശുന്ന കാറ്റിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കറുത്ത കമ്പിളി പോലെ വ്യാപിച്ചു അല്ലേ? അങ്ങനെയാണ് മേഘം വ്യാപിച്ചു കിടക്കുന്നത്. കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ അല്ലേ? കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സുന്ദരമായിട്ടാണ് ഈ മേഘങ്ങളെ കാണാൻ തോന്നുന്നത്, എത്ര സുന്ദരമായിട്ടാണ് ഈ മേഘങ്ങൾ നിലനിൽക്കുന്നത്. ഈ ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ബാദൽ. ഓക്കെ, കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ, എത്ര സുന്ദരമായി തോന്നുന്നു ഈ മേഘങ്ങളെ. അടുത്തത് പേടോൻ ജൈസേ ഭേടോൻ ജൈസേ. എങ്ങനെയാണ്? പേടോൻ ജൈസേ. ജൈസേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എന്ത്? പോലെ അല്ലേ? അപ്പോൾ പേടോൻ ജൈസേ എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങളെ പോലെ. അതേപോലെ ഭേടോൻ ജൈസേ. ഭേഡ് എന്താണ്? ചെമ്മരിയാട്. ചെമ്മരിയാടുകളെയാണ് ഭേഡ് എന്ന് പറയുന്നത്. ലഗത്തെ ജൈസേ ചൽത്തെ ഘോഡേ. ഓക്കെ, ലഗത്തെ ജൈസേ ചൽത്തെ ഘോഡേ. ഇത് നേരെ തിരിച്ചിടുക. എങ്ങനെ? ചൽത്തെ ഘോഡേ ജൈസേ ലഗത്തെ ഹെ. ഓക്കെ, നമ്മൾ ആശയമൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ ചൽത്തെ ഘോഡേ. ചൽത്തെ ഘോഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കുന്ന കുതിരകളെ പോലെ. ഓക്കെ, കുതിരകളെ പോലെ തോന്നുന്നു. ഓക്കെ, നടക്കുന്ന കുതിരകളെ പോലെ. ചൽത്തെ ഘോഡേ ജൈസേ ലഗ്തേ ഹെ. ബൻ ജാത്തെ ഹാത്തി കെ ജോഡേ അല്ലേ? ഇടയ്ക്കൊക്കെ ഇതെന്താവുന്നു? എന്തായി മാറുന്നു? ബൻ ജാത്തെ എന്ന് പറഞ്ഞാൽ ആയിത്തീരുന്നു അല്ലെങ്കിൽ ആവുന്നു, മാറുന്നു, ആയി മാറുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഹാത്തി കെ ജോഡേ. ഹാത്തി കെ ജോഡേ എന്താണ്? ഹാത്തി കെ ജോഡേ ആനകളുടെ ജോഡി അല്ലേ? പെയർ, രണ്ട് ആനകൾ നിൽക്കുന്ന പോലെ ഒക്കെയാണ് തോന്നുന്നത്. നോക്കിക്കോളൂ. നന്നെ ജൽ കൺ ഗയേ ഭാപ്പ് ബൻ ഉസി ഭാപ്പിനെ ഡണ്ടക്ക് പായി. നന്നെ ജലകൺ. നന്നെ, നന്ന ഉല്ലുവിൻ്റെ ഒക്കെ പാഠം കഴിഞ്ഞ വർഷം പഠിക്കാനുണ്ടായിരുന്നു 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. നന്ന, നന്ന എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ. ഓക്കെ, ചെറിയ മഴത്തുള്ളികൾ എങ്ങനെയാണ് ഉണ്ടാവുക? വലിയ തുള്ളികളാണ് ഉണ്ടാവുക? അല്ലല്ലോ, ചെറിയ ചെറിയ മഴത്തുള്ളികൾ അല്ലേ? ജലകണങ്ങൾ. ഓക്കെ, ജലകൺ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ, ചെറിയ നനുത്ത ജലകണങ്ങൾ. ഗയേ ഭാപ്പ് ബൻ. ഭാപ്പ് എന്താണ്? ഭാപ്പ്, ഭാപ്പ് എന്ന് പറഞ്ഞാൽ ബാഷ്പം. ഓക്കെ, നീരാവി, ബാഷ്പം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ബാപ്പ് ബൻ ഗയേ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഷ്പമായി തീർന്നു അല്ലെങ്കിൽ ബാഷ്പമായി മാറുന്നു. എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? നമ്മുടെ ഈ ഭൂമിയിലുള്ള വെള്ളം നീരാവിയായിട്ട് മേലെ ആകാശത്തിലെത്തുന്നു അല്ലേ? നീരാവിയായിട്ട് ആകാശത്തിലെത്തുന്നു അല്ലേ? ചൂട് കൂടുമ്പം, സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ നീരാവിയായി മേലെ പോകുന്നു. അവിടെ നിന്ന് മേഘങ്ങൾ തണുത്തുറഞ്ഞിട്ട് വീണ്ടും അത് മഴയായി പെയ്യുന്നു അല്ലേ? ചൂട് വീണ്ടും കൂടുമ്പോൾ മഴയായി പെയ്യുന്നു. അങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് കവി ഇവിടെ പറയുന്നത്. ചെറിയ ചെറിയ ജലകണങ്ങൾ ബാഷ്പമായി പോകുന്നു. ഉസി ഭാപ്പിനെ. ഉസി ഭാപ്പ് എന്താണ്? അതേ ബാഷ്പം അല്ലേ? അതേ ബാഷ്പം അല്ലെങ്കിൽ ആ ബാഷ്പം, തണുത്തുറഞ്ഞ് മേലോട്ട് പോകുന്ന ബാഷ്പമായി പോയ ആ ബാഷ്പം എന്താവുന്നു? ഡണ്ടക്ക് പായി. ഡണ്ടക്ക് പായി എന്ന് പറഞ്ഞാൽ തണുത്തുറയുന്നു അല്ലേ? തണുപ്പ്, അത് നല്ല തണുത്ത് ഐസായി മാറുന്നു. ബാദൽ ബർസേ ബർസ ആയി അല്ലേ? ബാദൽ ബർസേ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ പെയ്യുന്നു. അതേപോലെ വർഷ ആയി. വർഷ എന്ന് പറഞ്ഞാൽ, ബർസ എന്ന് പറഞ്ഞാൽ വർഷം, മഴ, മഴ വന്നു അല്ലേ? അങ്ങനെ മേഘങ്ങൾ പെയ്യുന്നു, മഴ പെയ്യുന്നു. ഇങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്. അപ്പോൾ നന്നെ ജലകൺ ഗയേ ഭാപ്പ് ബൻ ഉസി ഭാപ്പിനെ ഡണ്ടക്ക് പായി ബാദൽ ബർസേ ബർസ ആയി. എങ്ങനെയാണ് ഇനി മഴ വരുന്നത്? മഴ വരുന്നത് എങ്ങനെ എന്നുള്ളതാണ്
അടുത്ത വരികളിൽ കവി പറയുന്നത്. എങ്ങനെയാണ് മഴ വരിക? സാധാരണ ഒരു ചാറ്റൽ മഴയായിരിക്കുമോ ചിലപ്പോഴൊക്കെ വരുന്നത് അല്ലേ? കർത്തേ ഗഡ് ഗഡ്, ഗഡ് ഗഡ് ആത്തേ ബഡ് ബഡ്. എന്താണ്? നല്ല മഴയാണെങ്കിൽ, ശക്തമായ മഴയാണെങ്കിൽ നല്ല ഇടിമിന്നലിൻ്റെ ഒച്ച അല്ലേ? ഇടിയുടെ ഒച്ചയോടെ കൂടെ അല്ലേ? ഗഡ് 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 എന്നുള്ള എന്താ നല്ല ഗർജിച്ചുകൊണ്ട് ബഡ് ബഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ഇടിമിന്നലിൻ്റെ ഒക്കെ ഒച്ചേനെയാണ് അത് പറയുന്നത്. ഓക്കെ, ഗഡ് ഗഡ് കർത്തേ ഗഡ് ഗഡ് ആത്തേ ബഡ് ബഡ് ബിജലി ബാദൽ കോ ചംകായേ. ബിജലി ബാദൽ കോ ചംകായേ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിജലി എന്ന് പറഞ്ഞാൽ മിന്നൽ. മിന്നൽ വരുമ്പോൾ അല്ലേ, വലിയ ഇടി വരുമ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ എന്തുണ്ടാവും? മിന്നൽ അല്ല, ആദ്യം മിന്നൽ വന്നിട്ടാണ് പിന്നെ ഇടിണ്ടാവും. ഓക്കെ, എന്താ? ബിജലി ബാദൽ കോ ചംകായ് അല്ലേ? ബിജലി ബാദൽ കോ ചംകായ്. ബിജലി എന്ന് പറഞ്ഞാൽ മിന്നലാണ്. മിന്നൽ എന്ത് ചെയ്യുന്നു? മേഘത്തെ, ബാദൽ കോ, ബാദൽ കോ എന്ന് പറഞ്ഞാൽ മേഘത്തെ, ചംകായേ. ചംകായേ എന്താണ്? ചംകാന തിളങ്ങുക എന്നുള്ള അർത്ഥമാണ്. ചംകായേ എന്ന് പറഞ്ഞാൽ തിളക്കുന്നു അല്ല, അല്ലെങ്കിൽ തിളക്കമുള്ളതാക്കി തീർത്തു. എന്ത്? നല്ല ശക്തമായ മഴ, നല്ല ഗർജിച്ചുകൊണ്ട് ഇടിമിന്നലിൻ്റെ ഒച്ചയോടുകൂടി വരുന്ന മഴ പെയ്യുമ്പോൾ മിന്നലിൻ്റെ വെളിച്ചത്തിൽ മേഘം തിളങ്ങുന്നു. അന്ധ്യാരേ മേ രാഹ് ദിഖായേ. അന്ധ്യാരേ മേം. മേം നമ്മളിവിടെ പഠിച്ചു അല്ലേ? എന്താണ് മേം എന്ന് പറഞ്ഞാൽ? മേം എന്ന് പറഞ്ഞാൽ എന്താണ്? മേം ഇൽ അല്ലേ? അന്ധ്യാരേ മേ. അന്ധ്യാര എന്താണ്? ഇരുട്ട്. ഓക്കെ, ഇരുട്ടിനെയാണ് അന്ധ്യാര എന്ന് പറയുന്നത്. ഇരുട്ടിൽ രാഹ് ദിഖായേ. രാഹ് എന്താണ്? വഴി. വഴി കാണിച്ചു കൊടുത്തു. നല്ല ഇടിമിന്നൽ വരുമ്പോൾ മിന്നൽ എന്ത് ചെയ്യുന്നു? മേഘത്തെ തിളക്കമുള്ളതാക്കി തീർത്തിരിക്കുന്നു. അത് ഇരുട്ടിൽ വഴി കാണിച്ചു കൊടുത്തു. ആകെ മോർ മകന് മൻ. മോർ എന്ന് പറഞ്ഞാൽ മയിലാണ്. മയിലിൻ്റെ മൻ. മൻ എങ്ങനെയാണ്? മഗ്ന ഹോഗേ ഹേ അല്ലേ? മഴ പെയ്യുമ്പോൾ പൊതുവേ മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും അല്ലേ? ചില മൃഗങ്ങൾക്കും പക്ഷികൾക്ക്. ഇവിടെ മയിലിന് ഭയങ്കര സന്തോഷമായി എന്നാണ് പറയുന്നത്. മോറിൻ്റെ മനസ്സ് അല്ലെങ്കിൽ മയിലിൻ്റെ മനസ്സ് വളരെ മഗ്ന ഹോഗേ, അതിൽ മുഴുകിപ്പോയി, സന്തോഷത്തിൽ മുഴുകിപ്പോയി. ചൂമ് ചനന ചന എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ. ഝൂമ് കർ. ഝൂമന എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ആടുക എന്നുള്ളതാണ്. മഴ വന്നപ്പോൾ മയിൽ എന്ത് ചെയ്തു? നന്നായിട്ട് നൃത്തം വെക്കാൻ തുടങ്ങി. ഓക്കെ, ആടിക്കൊണ്ട് കറങ്ങി നൃത്തം, അതിൻ്റെ നൃത്തം കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. കുശ് ഹോ ഹോക്കർ ഗാന ഗായേ. വളരെ സന്തോഷത്തോടു കൂടി അവൾ പാട്ട് പാടി. ബർസേ ബാദൽ കൽ കൽ ഛൽ ഛൽ തൈർ ചലി കാഗസ് കി നയ്യ. ബർസേ ബാദൽ മഴ പെയ്തു അല്ലേ? മേഘം പെയ്തു. ബരസ്ന എന്ന് പറഞ്ഞാൽ പെയ്യുക എന്നാണ്. ഇവിടെ മേഘം പെയ്തു എന്ന് പറഞ്ഞാൽ മഴ പെയ്തു. എങ്ങനെ? കല് കല് ചല് ചല്, നല്ല ശബ്ദത്തോടു കൂടി, നല്ല കളകളം എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ? കല് കല് ചല് ചല്. തൈർ ചലി കാഗസ് കി നയ്യ. തൈർ ചലി എന്ന് പറഞ്ഞാൽ നീന്തിപ്പോയി. ആര്? നീന്തിപ്പോവുകയാണ്. ആര്? കാഗസ് കി നയ്യ. നയ്യ എന്ന് പറഞ്ഞാൽ നാവ്. ഓക്കെ, നാവ് എന്ന് പറഞ്ഞാൽ തോണി. കടലാസ് തോണി നീന്തിപ്പോകുന്നു. പൂഞ്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. പൂഞ്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. പൂഞ്ച് എന്താണ് മക്കളെ? പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാൽ. ഓക്കെ, വാലിനെയാണ് പൂഞ്ച് എന്ന് പറയുന്നത്. പൂഞ്ച് ഉഠാക്കർ, വാലും പൊക്കിക്കൊണ്ട് അല്ലെ, വാലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഭാഗി ഗയ്യ. ഭാഗി എന്ന് പറഞ്ഞാൽ ഓടി. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നൊക്കെ തോന്നും കേൾക്കുമ്പോൾ. അല്ല, ഇവിടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആരാണ് ഓടിയത്? ഗയ്യ. ഗയ്യ ആരാണ്? ഗായ്. ഓക്കെ, ഗായ് ആണ് ഗയ്യ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കവിത മൊത്തത്തിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും കൂടെ ഡിസ്കസ് ചെയ്യാം.